ഐഡിയൽ എക്സ്പ്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സലിൽ ഒരു സെല്ലിൽ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ? എക്സലിൽ മൾട്ടിപ്പിൾ സെല്ലിൽ ഒറ്റയടിക്ക് എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എക്സലിൽ സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ല് ഏതാണോ അതാണ് ആക്റ്റീവ് സെല്ല്. അപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഏത് സെല്ലാണോ ആക്റ്റീവായിട്ടിരിക്കുന്നത് ആ സെല്ലിലാണ് വാല്യൂ വരിക. നമുക്ക് റാൻഡമായിട്ട് കുറേ സെല്ലുകളിൽ ഒരേ വാല്യൂ വേണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ഇതിൽ ടൈപ്പ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ഇത് സെല്ല് സെലക്ട് ചെയ്യാനായിട്ട് ഷിഫ്റ്റ് കീ ഉപയോഗിച്ചും സെല്ല് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ കൺട്രോൾ കീ ഉപയോഗിച്ചിട്ടും നമുക്ക് സെല്ല് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഒന്നിലധികം സെല്ലുകൾ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഷിഫ്റ്റ് കീ ഉപയോഗിച്ചിട്ട് സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സെലക്ഷൻ എങ്ങനെയാണെങ്കിൽ ഈ സെല്ലിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, അതിനുശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് അടുത്ത സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എന്താണെങ്കിൽ സ്റ്റാർട്ടിങ് ഏത് സെല്ലായിരുന്നോ അത് മുതൽ എൻഡിങ് എവിടെയാണോ ഞാൻ ക്ലിക്ക് ചെയ്തത് അതുവരെയുള്ള സെല്ലുകൾ എല്ലാം തന്നെ സെലക്ഷൻ ആവും. നമുക്ക് വേണ്ടത് ഈ ഒരു സെല്ലും ആണ്. അതിനിടയിലുള്ള സെല്ലുകളൊന്നും വേണ്ട എങ്കിൽ ആദ്യം ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു, അതിനുശേഷം കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് അടുത്ത സെല്ലിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിനിടയിലുള്ള സെല്ലുകളൊന്നും സെലക്ഷൻ ആവുന്നില്ല. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സെല്ലുകളെല്ലാം കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിൽ എങ്ങനെയാണ് വാല്യൂ എൻ്റർ ചെയ്യുന്നത്, ഒറ്റയടിക്ക് എൻ്റർ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഈ ആക്റ്റീവ് സെല്ലിൽ ലാസ്റ്റ് സെലക്ട് ചെയ്ത സെല്ലിൽ വാല്യൂ ടൈപ്പ് ചെയ്യാണ്. ഇപ്പോൾ ഒരേ ഒരു സെല്ലിൽ മാത്രമാണ് ഞാൻ ടൈപ്പ് ചെയ്ത വാല്യൂ വന്നിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഈ സെലക്ട് ചെയ്ത എല്ലാ സെല്ലുകളിലും ഇതേ വാല്യൂ തന്നെ വരണം. അപ്പോൾ എന്ത് ചെയ്യണമെങ്കിൽ ഇപ്പം ഞാൻ വെറുതെ എൻ്റർ കീ പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഞാൻ ഏത് സെല്ലിലാണോ ടൈപ്പ് ചെയ്തത് ആ സെല്ലിൽ മാത്രമാണ് ആ വാല്യൂ വന്നത്. സെലക്ട് ചെയ്ത ബാക്കി സെല്ലുകളിൽ ഈ വാല്യൂ വന്നിട്ടില്ല. അപ്പം റാൻഡമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സെല്ലുകളിലെല്ലാം തന്നെ ഒരേ ഒരു പ്രാവശ്യം ടൈപ്പ് ചെയ്യുമ്പോൾ വാല്യൂ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം ടൈപ്പ് ചെയ്യുന്നു, ടൈപ്പ് ചെയ്തതിന് ശേഷം കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ കണ്ടോ, സെലക്ട് ചെയ്ത എല്ലാ സെല്ലുകളിലും ഈ വാല്യൂ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ സെല്ലിൽ വാല്യൂസ് എൻ്റർ ചെയ്യുന്നത്. മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.